ഹായ് ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫോട്ടോനെ, അതായത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്ളോഗിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോനെ നമ്മൾ ഈ ഒരു ഫോട്ടോ ആക്കിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അതായത് പിക്സാർട്ടിലാണ് ഞാൻ ഇത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു ഫോട്ടോനെ നമ്മൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ചെയറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ കട്ടൗട്ട് റൂൾ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ആവറേജ് രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എറേസ് ചെയ്തിട്ട് പ്രോപ്പർ ആക്കിയിട്ട് എറേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ എറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്യണം. ഇതൊരു PNG ഫയലായിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിലെ സൈഡ് നമ്മൾ ഒബ്ജക്റ്റിന് മാത്രമായിട്ട് ഇത് സേവ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ സേവ് ചെയ്യുക. അപ്പോൾ ഞാനിതിവിടെ ആദ്യം ഇത് സേവ് ചെയ്യാണ്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും. സോ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാണ്. സോ അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം അത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഒരു കുരങ്ങ് നിൽക്കുന്ന സ്ഥാനത്തായിട്ട് നമ്മൾ ആ സേവ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആഡ് ഫോട്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. ഇനി നമ്മളത് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ കാലിൻ്റെ അവിടെ ആയിട്ടൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. സോ നമുക്ക് അവിടെയൊക്കെ കുറച്ച് ബുക്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിലൊരു നമ്മുടെ PUBGയിലെ ബഗ്ഗൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡിലെ ഫസ്റ്റ് ആ ബുക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ആ കാലിൻ്റെ അവിടെ മറിയുന്ന രൂപത്തിൽ കൊണ്ടുവെക്കുക. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളൊരു ബഗ്ഗിയും ഇതുപോലെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാലിൻ്റെ അവിടുത്തെ ഒരു നമ്മളതിനെ അത് മാറി കിട്ടും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ, അതായത് നമ്മളൊന്ന് ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ സൂം ആപ്ലിക്കേഷൻ, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലിട്ട് പഠിക്കാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്. സോ അത് രണ്ടും ആഡ് ചെയ്യാണ്. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ കാണിക്കുന്ന പോലെ ഇതിന് രണ്ടിൻ്റെ ലോഗോ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ ലോഗോ PNG സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോഗോ കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് 2-3 കോഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അവിടെ ടെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കോഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ അറ്റൻഡൻസ് ചോദിക്കുന്ന, ടീച്ചേഴ്സൊക്കെ അറ്റൻഡൻസ് ചോദിക്കുന്ന അറ്റൻഡൻസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ്സ്, അതുപോലെ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷനിലേക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ വാട്സപ്പ്, പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാം, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻ്റെ PNG ലോഗോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് PUBG, ഇപ്പോൾ പിന്നെ PES, അങ്ങനത്തെ ഒരുപാട് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാട്സപ്പിൻ്റെ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ PNG ഇതുപോലെ ഡൗൺലോഡ് ആക്കിയപ്പോൾ ഇങ്ങനെ കുറച്ച് എറർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവത്തിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മളവിടെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ആണെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പിക്കാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലാപ്ടോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ കോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് PUBGത്തെ കുറച്ച് സംഭവങ്ങൾ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടൊരു പിക്ക് വരുന്നത്. ഇനി നമുക്കൊരു സ്മോക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ താഴത്ത് നിന്ന്, അതായത് നമ്മളെ പിക്കിൻ്റെ അടിഭാഗത്ത് നിന്ന് നമുക്ക് സ്മോക്ക് വരുന്ന രീതിയിൽ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്മോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്മോക്ക് എടുത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിക്കിൻ്റെ എഡിറ്റിംഗ് ഏകദേശം ഫുള്ളായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പിക്ക്. ഇനി ഇതിനെ കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിക്ക് ഏകദേശം സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.